കഫക്കെട്ട്, പഴകിയ ചുമ, ശ്വസന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇത്തരം പ്രയാസങ്ങൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധക്കൂട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് വരണ്ട ചുമ, ഒരുപാട് പഴക്കമുള്ള പിന്നെ ഡ്രൈനസ് ആയിട്ടുള്ള കഫക്കെട്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഔഷധക്കൂട്ട്. അതിൽ വളരെ പ്രധാനമായിട്ട് പരിചയപ്പെടുത്താനുള്ളത് തിപ്പല്ലിയാണ്. തിപ്പല്ലി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ 2 ഔഷധങ്ങളും ഉണ്ട്. അതേപോലെ നമുക്ക് മുട്ടയാണ്. മുട്ടയിലാണ് നമുക്ക് ഈ പറഞ്ഞ മരുന്നുകൾ ചേർത്തിട്ട് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ തിപ്പല്ലി അഥവാ പിപ്പല്ലി എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ലോങ് പെപ്പർ എന്നൊക്കെ പറയുന്ന ഒരു ഔഷധമാണിത്. സാധാരണ ഈ പറഞ്ഞ പോലെ ശ്വസന സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ചിലർക്ക് സ്നീസിങ് വരാറുണ്ട്, അതുപോലെ തന്നെ ശ്വാസ തടസ്സങ്ങൾ വരുന്ന ഒരു സമയം, വരണ്ട കഫം നിൽക്കുന്ന ഒരു അവസരത്തിലൊക്കെ നമുക്ക് ഇതേപോലെ ഒരു വാട്ടിയെടുത്ത മുട്ടയെന്ന് പറയും, ഹാഫ് ബോയിൽ. ഈ മുട്ട എടുത്തിട്ട് ജസ്റ്റ് നമ്മളൊരു ബൗൾ എടുക്കാം. ജസ്റ്റ് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് പൊട്ടിച്ചിട്ട് ഒന്ന് എടുക്കാം. ഓക്കെ, വാട്ടിയെടുത്തിട്ടുള്ള മുട്ടയാണ്. ഓക്കെ, ഇതിനെ ഓപ്പൺ ചെയ്തിട്ട് കണ്ടോ. ഓക്കെ, ഇതിങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് കണ്ടോ, ഈ മുട്ട ഹാഫ് ബോയിലാണ്. ഹാഫ് ബോയിൽ മുട്ട പറയുമല്ലോ, കുറച്ച് നമുക്ക് ടൈറ്റായിട്ട് കിട്ടും. കണ്ടോ, ഇതേപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ എടുക്കാം. കാരണം പലപ്പോഴും നമ്മൾ വാട്ടിയ മുട്ടയുടെ മോറ് ഏറ്റവും തലഭാഗത്തായിട്ട് ഒന്ന് തട്ടി പൊട്ടിച്ചിട്ട് അതിൽ പെപ്പറൊക്കെ ഇട്ടിട്ട് ആളുകൾ കഴിക്കാറുണ്ട്. ഞാൻ ഇതിന് മുന്നേയും പരിചയപ്പെടുത്തിയിരുന്നു. പെപ്പറും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ സോൾട്ടൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി കേട്ടോ. പക്ഷെ നമുക്കിത് ഹാഫ് ബോയിലായിട്ടാണ് ചെയ്യേണ്ടത്. ഹാഫ് ബോയിലായിട്ട് ഇത്രത്തോളം ഒരു കട്ടി എന്തായാലും ഉണ്ടാവണം മുട്ടയ്ക്ക്. എന്നിട്ട് നമുക്കിതേപോലെ ചെറിയ സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിനൊരു ബൗളിലേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, എടുത്തു. അതിനുശേഷം കണ്ടോ, ഇതേപോലെ ഇങ്ങനെ നമ്മൾ ബൗളിലേക്ക് എടുക്കാം. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മറ്റ് 2 ഔഷധങ്ങളെന്നുള്ള കാര്യം കൂടി. ഇത് നമ്മളെ ചുക്ക് പൊടിച്ചതാണ്. ചുക്കെന്ന് വെച്ചാൽ ഉണക്ക ഇഞ്ചി പൊടിച്ചെടുത്തത്. അതിൽ നിന്ന് 1 സ്പൂൺ എടുക്കാം. ആദ്യം ആ ഉണക്ക ഇഞ്ചി പൊടിച്ച 1 സ്പൂൺ എടുത്തു. അതേപോലെ തന്നെ ഇത് പെപ്പറാണ്, വെച്ചാൽ കുരുമുളക് പൊടിച്ചത്. ഇത് തിപ്പല്ലി പൊടിച്ച് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി. ഇതാണ് തിപ്പല്ലി അഥവാ ലോങ് പെപ്പർ എന്ന് പറയും. അത് നമ്മൾ 1 സ്പൂൺ എടുത്തു. ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടി വരുന്ന ഔഷധം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ തിപ്പല്ലി മാത്രം ഇട്ടിട്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ കുഴപ്പമില്ല. ഇതിൽ കുറച്ച് പാകത്തിന് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പിന്നെ സോൾട്ട് കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ സോൾട്ട് ചേർക്കുന്നില്ല. കണ്ടോ, ഇതേ രൂപത്തിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പം ഈ മിക്സ് കൂട്ട് നമ്മളെ മുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നാടൻ മുട്ട കിട്ടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പം ഇതിൽ ചേർത്തിട്ടുള്ളത് മുട്ട ഹാഫ് ബോയിൽ ചെയ്തത്, അതുപോലെ തന്നെ ജിഞ്ചർ പൊടി, അതേപോലെ തന്നെ പെപ്പർ പൗഡറുണ്ട്, പിന്നെ തിപ്പല്ലി. സോൾട്ട് ഒരു പിഞ്ച് നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ആഡ് ചെയ്യാം. ഇത്രയും ചേരുവകൾ ചേർത്തിട്ടാണ് നമുക്ക് ഈ ഒരു ഔഷധം തയ്യാറാക്കേണ്ടത്. ദിവസവും രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നെയാണ് ഈ ഒരു കൂട്ട് തയ്യാറാക്കിയിട്ട് നമ്മൾ കഴിക്കേണ്ടത്. തുടർച്ചയായിട്ട് ഒരു 15 ദിവസം ഇതങ്ങനെ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള വരണ്ട ചുമ, പഴക്കം ചെന്ന ചുമ, അതുപോലെ തന്നെ ഡ്രൈനസ് ആയിട്ടുള്ള ആ ഒരു കഫ്, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് പ്രാവർത്തികത്തിൽ കൊണ്ടുവരിക. ഇത്തരം ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 15 ദിവസം എന്ന് പറയുമ്പം അതൊരു കോഴ്സായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കൊരു 6 ദിവസം, ആദ്യത്തെ ഒരു കോഴ്സ് ഒരു 6 ഡേയ്സ് ആണ്. 6 ഡേയ്സ് നമുക്ക് നോക്കാം. 6 ഡേയ്സ് കൊണ്ട് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു 15 ദിവസം വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഔഷധക്കൂട്ട് നമുക്ക് നമ്മുടെ ആ ഒരു പിന്നെ രാവിലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കഴിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഔഷധ കൂട്ട് തന്നെയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കേണ്ട വിധം എല്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജിദ് കടക്കൽ എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.